നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്ന പ്രധാന സംഭവങ്ങളിലേക്ക് ആദ്യമൊന്ന് നോക്കാം. സ്പെയിൻ മൊറോക്കോ അതിർത്തിയിൽ വലിയ മൈഗ്രേഷൻ ക്രൈസിസ് തുടരുകയാണ്. സിയൂട്ടയിൽ ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നതോടെ സ്പെയിൻ സുരക്ഷ ശക്തമാക്കി. ഈ സംഭവത്തിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടിയന്തര ചർച്ചകളിലേക്ക് കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യൂറോപ്പിൽ ബോർഡർ സെക്യൂരിറ്റിയും അസൈലം റൂൾസും വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യ പോളിസിയും യുക്രൈൻ സപ്പോർട്ടും തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെയിനിന്റെ നോർത്ത് ആഫ്രിക്കൻ ടെറിട്ടറിയായ സിയൂട്ടയിലേക്ക് മൊറോക്കോ ഭാഗത്തുനിന്ന് വലിയ തോതിൽ ആളുകൾ കടക്കാൻ ശ്രമിച്ചതാണ് യൂറോപ്പിലെ നിലവിലെ പ്രധാന പ്രശ്നം. കടൽമാർഗവും അതിർത്തി പ്രദേശങ്ങളും ഉപയോഗിച്ച് ആളുകൾ സിയൂട്ടയിലെത്താൻ ശ്രമിച്ചതോടെ അവിടുത്തെ സ്വീകരണ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും വലിയ സമ്മർദ്ദത്തിലായി. റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി പേരുടെ മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെയിൻ ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സ്ഥിതി നിയന്ത്രിക്കുന്നതിനായി സ്പെയിൻ സുരക്ഷാ സേനയെ ശക്തിപ്പെടുത്തുകയും സൈനിക സഹായം ഉൾപ്പെടെ അധിക സംവിധാനങ്ങൾ സിയൂട്ടയിൽ വിന്യസിക്കുകയും ചെയ്തു. അതേസമയം ഇവിടെ നിന്നെത്തിയവരെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സിയൂട്ടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. സിയൂട്ട എന്നത് മൊറോക്കോയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എന്നാൽ സ്പെയിനിന്റെ ഭാഗമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സിയൂട്ട വഴി സ്പെയിനിലേക്ക് പ്രവേശിക്കുന്നവർ യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ടെറിട്ടറിയിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊറോക്കോ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ആളുകൾ സിയൂട്ടയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സ്ഥിതിഗതികൾ രൂക്ഷമായത്. ചിലർ അതിർത്തി വേലി മറികടക്കാനും ചിലർ കടൽമാർഗം സിയൂട്ടയിലെത്താനും ശ്രമിച്ചു. ഇതോടെ സ്പെയിനിന്റെ ബോർഡർ സെക്യൂരിറ്റി സംവിധാനത്തിന് വലിയ സമ്മർദ്ദമുണ്ടായി. സ്ഥിതി നിയന്ത്രിക്കാൻ സ്പാനിഷ് അതോറിറ്റീസ് കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിക്കുകയും അതിർത്തി പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും പരിക്കുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മൈഗ്രേഷൻ സംഭവം എന്നതിലുപരി ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ് കൂടിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. സ്പെയിനും മൊറോക്കോയും തമ്മിൽ മൈഗ്രേഷൻ നിയന്ത്രിക്കുന്നതിൽ നേരത്തെ തന്നെ സഹകരണമുണ്ട്. സിയൂട്ടയിലേക്ക് എത്തിയവരെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികളും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ സംഭവം വീണ്ടും ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. യൂറോപ്പിന്റെ എക്സ്റ്റേണൽ ബോർഡേഴ്സ് എത്രത്തോളം ശക്തമായി നിയന്ത്രിക്കണം? അതേസമയം അസൈലം ആവശ്യപ്പെടുന്നവരുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം? ഇതാണ് ഇപ്പോൾ സ്പെയിനിലും യൂറോപ്യൻ യൂണിയൻ തലത്തിലും നടക്കുന്ന പ്രധാന ചർച്ച. സിയൂട്ട സ്പെയിനിന്റെ ടെറിട്ടറി ആയതിനാൽ ഇവിടെ സംഭവിക്കുന്നത് സ്പെയിനിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് യൂറോപ്യൻ യൂണിയനിന്റെ ബോർഡർ സെക്യൂരിറ്റി, മൈഗ്രേഷൻ പോളിസി എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സിയൂട്ട സ്പെയിനിന്റെ ഭാഗവും യൂറോപ്യൻ ടെറിട്ടറിയുമായതിനാൽ ഈ സംഭവത്തോടെ യൂറോപ്യൻ ബോർഡർ സെക്യൂരിറ്റി എങ്ങനെ സംരക്ഷിക്കണം, ഇറഗുലർ മൈഗ്രേഷൻ എങ്ങനെ നിയന്ത്രിക്കണം എന്ന ചർച്ച വീണ്ടും ശക്തമായിരിക്കുകയാണ്. സിയൂട്ടയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ തലത്തിൽ അടിയന്തര ചർച്ച നടത്താനുള്ള നീക്കവും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ ഇപ്പോൾ മൈഗ്രേഷൻ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഒന്ന്, യൂറോപ്യൻ യൂണിയന്റെ പുറം അതിർത്തികൾ കൂടുതൽ ശക്തമായി സംരക്ഷിക്കുക. രണ്ട്, അസൈലം ആപ്ലിക്കേഷൻസ് വേഗത്തിൽ പരിശോധിക്കുകയും അംഗീകരിക്കപ്പെടാത്ത അപേക്ഷകളിൽ റിട്ടേൺ നടപടികൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുക. അതിനാൽ സിയൂട്ട സംഭവത്തോടെ യൂറോപ്പിന്റെ മൈഗ്രേഷൻ പോളിസി വീണ്ടും രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയമായി തുടരുകയാണ്. യുക്രൈന് പിന്തുണ നൽകുന്നതിനൊപ്പം റഷ്യക്കെതിരായ യൂറോപ്യൻ നയങ്ങളും സാങ്ഷൻ നടപടികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം യുക്രൈനിൽ നിന്ന് യൂറോപ്പിലെത്തിയവർക്കുള്ള ടെമ്പററി പ്രൊട്ടക്ഷൻ സംവിധാനം തുടരുന്നതിനെക്കുറിച്ചും യൂറോപ്യൻ യൂണിയൻ നേരത്തെ നടപടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം മൈഗ്രേഷൻ ആൻഡ് ബോർഡർ സെക്യൂരിറ്റി തന്നെയാണ്. സ്പെയിൻ മൊറോക്കോ അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻ പോളിസിയിലും അംഗരാജ്യങ്ങളുടെ ബോർഡർ കൺട്രോൾ നടപടികളിലും എന്ത് മാറ്റം കൊണ്ടുവരും എന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് UK ഇമിഗ്രേഷൻ റൂൾസിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഓഗസ്റ്റ് 3 മുതൽ ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. ഹോം ഓഫീസ് ജൂലൈ 9 പുതിയ ഇമിഗ്രേഷൻ റൂൾസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിസിറ്റർ, സ്റ്റുഡന്റ്, ഗ്രാജുവേറ്റ്, സ്കിൽഡ് വർക്കർ, ഫാമിലി, സെറ്റിൽമെന്റ് തുടങ്ങിയ നിരവധി റൂട്ടുകളിൽ ടെക്നിക്കൽ ആൻഡ് ലീഗൽ ചേഞ്ചസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില മാറ്റങ്ങൾ ജൂലൈ 30-നും പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും ഓഗസ്റ്റ് 3, 2026-നും പ്രാബല്യത്തിൽ വരുന്നു. അതുകൊണ്ട് UK ഇമിഗ്രേഷൻ നോക്കുന്നവർക്ക് ഒരു കാര്യം വളരെ പ്രധാനമാണ്. പുതിയ റൂൾസ്, വിസ ചേഞ്ചസ്,
PR അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വാർത്തകൾ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാതെ ഗവൺമെന്റ് ഗൈഡൻസ് പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. UK ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 2026 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. UK സർക്കാർ പറയുന്നതനുസരിച്ച് ദീർഘകാലത്ത് ഇത് ബയലേറ്ററൽ ട്രേഡിൽ വലിയ വർധനവിനും UK GDPക്ക് ഏകദേശം 4.8 ബില്യൺ പൗണ്ട് നേട്ടത്തിന് സഹായിക്കുമെന്നാണ്. ഇനി കാലാവസ്ഥയിലേക്ക്. അടുത്ത ഒരാഴ്ച രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചൂടും മഴയും മാറി മാറി അനുഭവപ്പെടും. പ്രത്യേകിച്ച് തിങ്കളാഴ്ച സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ താപനില 30 ഡിഗ്രിക്ക് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വടക്കൻ UKയിലാണ് മഴയുടെ സാധ്യത കൂടുതലായി കാണുന്നത്. അതേസമയം ഓഗസ്റ്റ് ആദ്യ പകുതിയിലും UKയിൽ സാധാരണയേക്കാൾ അല്പം ചൂടുള്ള കാലാവസ്ഥ തുടരാനുള്ള സാധ്യതയുണ്ട്. മെറ്റ് ഓഫീസ് നൽകുന്ന സൂചന ഇതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പുതിയ വാർത്തകളുമായി UK ലൈഫ് കോച്ച് മലയാളം ചാനലിൽ വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.